വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിലെ ചോദ്യങ്ങളാണത്. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ എന്ന് യേശുവിനോട് ചോദിച്ചതാര്? അപ്പസ്തോലന്മാർ. നിങ്ങൾക്ക് എന്തുമാത്രം വിശ്വാസമുണ്ടെങ്കിലാണ് ഈ സിക്കമീൻ വൃക്ഷത്തോട് ചുവടെ ഇളകി കടലിൽ ചെന്ന് വേര് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കുമെന്ന് യേശു പറയുന്നത്? കടുകുമണിയോളം. എങ്ങനെയുള്ള മനുഷ്യൻ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുമെന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ഫരിസേയൻ മറ്റു മനുഷ്യരെ വിശേഷിപ്പിച്ചതെങ്ങനെ? അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമെന്ന്. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നുവെന്ന് പ്രവർത്തിച്ചത് ആരാണ്? ഫരിസേയൻ. ഫരിസേയൻ്റെയും ചുങ്കക്കാരുടെയും ഉപമയിൽ ഫരിസേയൻ ചെയ്യുന്നതായി പറയുന്ന സുകൃതങ്ങളെന്ത്? ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, താൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥനയിൽ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു? ദൈവമേ, പാപി എന്നെ കനിയണമേ. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയുടെ അവസാനം യേശു നൽകുന്ന സന്ദേശം എന്ത്? തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. 18-14. ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. യേശു ആരോടാണ് പറഞ്ഞത്? ശിഷ്യന്മാരോട്. ദൈവരാജ്യം ആരെപ്പോലെ ഉള്ളവരുടേതാണ് എന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ശിശുക്കളെപ്പോലെ ഉള്ളവരുടേത്. നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? ആരാണ് യേശുവിനോട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ ചോദ്യം ചോദിക്കുന്നത്? ധനികനായ ഒരു അധികാരി. ജെറിക്കോയിൽ വെച്ച് യേശു കണ്ടുമുട്ടിയ ധനികനായ മനുഷ്യനാര്? സക്കേവൂസ്. സക്കേവൂസ് എന്ന പേരിൻ്റെ അർത്ഥമെന്ത്? നീതിമാൻ, ശുദ്ധൻ. യേശുവിനെ കാണാൻ വേണ്ടി സക്കേവൂസ് കയറിയിരുന്ന മരത്തിൻ്റെ പേരെന്ത്? സിക്കമൂർ. യേശു സക്കേവൂസിൻ്റെ വീട്ടിൽ അതിഥിയായി സ്വീകരിക്കപ്പെടുന്നത് കണ്ട് ജനക്കൂട്ടം നൽകിയ പ്രതികരണം എന്ത്? ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ എന്ന് അവർ പിറുപിറുത്തു. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ആരുടെ ഭവനത്തിന്? സക്കേവൂസിൻ്റെ ഭവനത്തിന്. സക്കേവൂസിനെ ആരുടെ പുത്രൻ എന്നാണ് യേശു വിശേഷിപ്പിക്കുന്നത്? അബ്രാഹത്തിൻ്റെ പുത്രൻ. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയെന്നാണ് യേശു അരുളി ചെയ്തത്? നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ. ജെറുസലേമിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പായി യേശു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ അരുളി ചെയ്ത ഉപമയേത്? 10 നാണയത്തിൻ്റെ ഉപമ. അവനിൽ നിന്ന് ആ നാണയമെടുത്ത് 10 നാണയമുള്ളവന് കൊടുക്കുക. ആരോടാണ് പ്രഭു ഇങ്ങനെ പറഞ്ഞത്? ചുറ്റും നിന്നവരോട്. കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ ക്രിസ്ത്യാനികൾ പ്രവർത്തനനിരതമാകണമെന്നും അപ്പോൾ അവർക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുമെന്നും പഠിപ്പിക്കുന്ന ഉപമയേത്? 10 നാണയത്തിൻ്റെ ഉപമ. ലൂക്കായുടെ സുവിശേഷത്തിൽ ഒലിവ് മലയ്ക്ക് അരികെയുള്ള 2 സ്ഥലങ്ങളുടെ പേരെന്ത്? ബെത്ഫഗെ, ബഥാനിയ. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്ന പഴയ നിയമ പുസ്തകമേത്? സങ്കീർത്തനങ്ങൾ 118, 22 മുതൽ 23 വരെ. മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെയും ഉപമ ശ്രവിച്ച പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും അവർ ആരെയാണ് ഭയപ്പെട്ടത്? ജനങ്ങളെ. യേശുവിനെ ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനായിട്ടാണ് ചാരന്മാരെ അയച്ച് യേശുവിൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ യഹൂദ നേതാക്കൾ അവസരം കാത്തിരുന്നത്? ദേശാധിപതിയുടെ, പീലാത്തോസിൻ്റെ അധികാരത്തിനും വിധിക്കും. നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം. ഇപ്രകാരം യേശുവിനോട് പറഞ്ഞതാര്? നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ. സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് യഹൂദ ചാരന്മാർ ചോദിച്ചപ്പോൾ യേശു ഒരു ധനാറ കാണിക്കുവാൻ ആവശ്യപ്പെട്ടത് എന്തു മനസ്സിലാക്കിയപ്പോഴാണ്? അവരുടെ കൗശലം. നീതിമാന്മാരെന്ന് ഭാവിച്ച ചാരന്മാർക്ക് ആരുടെ സാന്നിധ്യത്തിൽ വെച്ച് യേശുവിനെ വാക്കിൽ കൊടുക്കാൻ സാധിക്കാതിരുന്നത്? ജനങ്ങളുടെ. പുനരുത്ഥാനം നിഷേധിക്കുന്ന
യഹൂദ വിഭാഗം അറിയപ്പെട്ടത് അങ്ങനെ. സദുക്കായർ. ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവനു വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണമെന്ന് കൽപ്പിച്ചതാര്? മോശ. വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് എങ്ങനെയുള്ള സന്താനങ്ങളെന്നാണ് യേശു പറയുന്നത്? ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ. അവസാന നാളുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ആര് നിമിത്തം ശിഷ്യന്മാരെ എല്ലാവരും ദ്വേഷിക്കുമെന്നാണ് യേശു പറയുന്നത്? യേശുവിൻ്റെ നാമനിമിത്തം. യേശുവിൻ്റെ നാമനിമിത്തം ശിഷ്യന്മാരെ എല്ലാവരും ദ്വേഷിക്കുമെങ്കിലും ശിഷ്യന്മാരുടെ എന്തുപോലും നശിച്ചു പോവുകയില്ലെന്നാണ് യേശു അറിയിക്കുന്നത്. ഒരു തലമുടി ഇഴ പോലും. പെസഹ തിരുനാളിൻ്റെ മറ്റൊരു പേര് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. യേശുവിനെ എങ്ങനെ വധിക്കാമെന്നതിനെപ്പറ്റി അന്വേഷിച്ചു കൊണ്ടിരുന്നത് അവർ ആരെല്ലാം? പുരോഹിതന്മാരും നിയമജ്ഞരും. പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചിരുന്നെങ്കിലും അവർ ഭയപ്പെട്ടിരുന്നത് ആരെയാണ്? ജനങ്ങളെ. സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നവൻ ആര്? യൂദാസ്. യൂദാസ് ആരെ സമീപിച്ചാണ് യേശുവിനെ അവർക്ക് എങ്ങനെയാണ് ഒറ്റിക്കൊടുക്കേണ്ടതെന്ന് ആലോചിച്ചത്? പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും. എപ്പോൾ യേശുവിനെ ഒറ്റിക്കൊടുക്കാനാണ് യൂദാസ് അവസരം പാർത്തുകൊണ്ടിരുന്നത്? ജനക്കൂട്ടമില്ലാത്തപ്പോൾ. താൻ ആരോടുകൂടെ എണ്ണപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നതാണ് നിവൃത്തിയാകേണ്ടിയിരിക്കുന്നതെന്ന് യേശു പ്രഖ്യാപിച്ചത്. നിയമലംഘകരോടുകൂടെ. പൂരിപ്പിക്കുക. എന്തെന്നാൽ എന്നെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്ന ഡാഷ് പൂർത്തിയാകേണ്ടതാണ്. പെസഹ ഭക്ഷിച്ച ശേഷം യേശു എവിടേക്കാണ് പോയത്? ഒലിവുമലയിലേക്ക്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പെസഹ ഭക്ഷിച്ച ശേഷം ഒലിവുമലയിലെത്തിയ യേശു ശിഷ്യന്മാരോട് ആദ്യം അരുളിച്ചെയ്ത വചനമെന്ത്? നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. ഗെത്സമേനിയിലെത്തിയ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ ശാരീരിക നില എന്തായിരുന്നു? മുട്ടിന്മേൽ വീണ്. ഗെത്സമേനിയിൽ വെച്ച് യേശുവിനെ ബന്ധിക്കുവാനായി വന്നവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ എന്തെല്ലാം? വാളും വടിയും. ആർക്കെതിരെ എന്ന പോലെ തന്നെ ബന്ധിക്കാൻ വന്നിരിക്കുന്നുവോ എന്നാണ് തനിക്കെതിരായി വന്നവരോട് യേശു ചോദിക്കുന്നത്. കവർച്ചക്കാരനെതിരെ എന്ന പോലെ. പൂരിപ്പിക്കുക. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ്. ഡാഷ് ആധിപത്യവും അന്ധകാരത്തിൻ്റെ. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് അന്ധകാരത്തിൻ്റെ ആധിപത്യവും. യേശു ഇപ്രകാരം പറഞ്ഞത് ആരോട്? പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും. ഗെത്സമേനിൽ ബന്ധനസ്ഥനാക്കിയ യേശുവിനെ യഹൂദന്മാർ ആരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്? പ്രധാന ആചാര്യൻ്റെ വീട്ടിലേക്ക്. യേശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കാതെ വിട്ടയക്കാൻ ആഗ്രഹിച്ച യഹൂദ ഭരണാധികാരി ആര്? പീലാത്തോസ്. യേശുവിനെ വിട്ടയക്കാനായി പീലാത്തോസ് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നതെന്ത്? ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാനും ബറബ്ബാസിനെ വിട്ടയക്കാനും തീരുമാനിച്ചതിൻ്റെ കാരണമെന്ത്? ജനക്കൂട്ടത്തിൻ്റെ നിർബന്ധം. കാൽവരിയിലേക്കുള്ള യാത്രയിൽ യേശുവിനെ കുരിശു ചുമന്ന് സഹായിച്ച ശിമയോൻ ഏതു നാട്ടുകാരനായിരുന്നു? കിറേനക്കാരൻ. യേശുവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ ജനക്കൂട്ടത്തോടൊപ്പം കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തുകൊണ്ട് അവൻ്റെ പിന്നാലെ പോയിരുന്നവർ ആര്? സ്ത്രീകളുടെ സമൂഹം. എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് യേശു ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്. അത് എവിടെ വെച്ചായിരുന്നു? എമ്മാവൂസിലേക്കുള്ള വഴിയിൽ. എമ്മാവൂസിലേക്ക് ഉത്ഥാന ദിവസം പോയ 2 ശിഷ്യന്മാരിൽ ഒരാളുടെ പേര് ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു. അതാര്? ക്ലെയോപ്പാസ്. ലൂക്കയുടെ സുവിശേഷം 17 മുതൽ 24 അധ്യായങ്ങളിൽ മോശ എന്ന പേര് ഉപയോഗിച്ചിരിക്കുന്ന ഭാഗങ്ങൾ ഏതെല്ലാം? എത്ര പ്രാവശ്യം? 20-ാം അധ്യായം 27-ാം വാക്യം, 20-ാം അധ്യായം 37-ാം വാക്യം, 24-ാം അധ്യായം 27-ാം വാക്യം, 24-ാം അധ്യായം 44-ാം വാക്യം. 4 തവണ മോശ എന്ന പേര്
ആവർത്തിച്ചിട്ടുണ്ട്.